ജില്ലകളിലും പോയി. ഇലക്ഷൻ എടുത്തല്ലോ, എല്ലാ ജില്ലകളിലും പോയി. കാണുന്നില്ലല്ലോ. നിലമ്പൂര് പോയി. നിലമ്പൂര് പോയി ഇടത് സർക്കാരിനെതിരെ അവർ പ്രചരണം നടത്തി. ക്ലിഫ് ഹൗസിലോട്ട് കൃത്യമായിട്ട് ടൈം പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഒരു സമരം ലോഞ്ച് ചെയ്തിട്ട് ഇത്തരം സമരാഭാസങ്ങളെ, അങ്ങനെ തന്നെ പറയും, ഇത്തരം സമരാഭാസങ്ങളെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ സ്ത്രീകളെ അവരെ സമരാഭാസങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇക്കാലം അത്രയും കമാന്നുമില്ലാതിരുന്ന മുഖ്യമന്ത്രി പൊടുന്നനെ 3 ദിവസത്തിനുള്ള അപ്പോയിന്റ്മെന്റ് കൊടുത്ത് എന്തിനാ? സമരാഭാസത്തെ പേടിയുണ്ട്. ഇവരുടെ ലീഡർഷിപ്പിന്റെ ധാരണയും 3 ദിവസം ചർച്ചയ്ക്ക് വിളിക്കാവുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉറപ്പ് എന്തുകൊണ്ടാ? സമരാഭാസത്തെ ഭയക്കുന്നു സർക്കാർ? തെരഞ്ഞെടുപ്പ് വരുന്നേ കുറെ ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുവരുന്നു. അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷി ക്ഷേമുഷിയുള്ള പ്രസ്ഥാനമൊക്കെയാണ് CIT ഒക്കെ. അവരത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെല്ലാം കൂടെ വരികയും ചെയ്യും. സ്പോൺസർഷിപ്പ് ഉണ്ട്. കുറച്ച് പാവം സ്ത്രീകളുടെ സമരം പൊളിക്കാൻ ഇറങ്ങിയ രാജ്യചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ പേരാ CIT. എത്ര പേരാണ് ഇവരുടെ കൂടെ ഉള്ളത്? എത്ര പേരാണ് ആശാ വർക്കർമാർ സമരം പൊളിക്കാൻ ബദൽ സമരമായി ഇറങ്ങി CIT? അതിൽ പരം ഒരു നാണക്കേട് തൊഴിലാളി സംഘടനയ്ക്ക് പറ്റാനുണ്ടോ? കേരളത്തിലെ ആശാ വർക്കർമാരിൽ എത്ര പേരുടെ പിന്തുണയാണ് ഇവർക്കുള്ളത്? ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിന്തുണ മാത്രമേ ഉള്ളൂ. അത് ജീപ്പിനടിയിൽ കയറി ഇരിക്കുകയാണോ? അത് ജീപ്പിനടിയിൽ കയറി ഇരിക്കുകയാണോ? ഇരുന്ന പ്രവർത്തകർക്ക് നേരെ ജീപ്പ് പിടിക്കാമെന്നാണോ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഈ പറയുന്നത് ഇത് സ്പോൺസേർഡ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്.